ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പ്രകൃതി രമണീയമായ നല്ലൊരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. നടുക്ക് കൂടെ പുഴയും അപ്പുറത്തും ഇപ്പുറത്തും കെട്ടുകളായിട്ട് ചെമ്മീൻ കെട്ട്, ഞണ്ടിൻ്റെ കെട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ചെറിയ ചെമ്മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇതിലിട്ട് വളർത്തിയിട്ടാണ്. അപ്പുറത്ത് കാണുന്നത് അവരുടെ കെട്ടാണ്, അതിലോട്ട് തുറന്നു വിടുക. അതിലോട്ട് അതാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചെറിയൊരു നടപ്പാത പോലെ ഉണ്ട്, അതിലൂടെ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് ചുറ്റും കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ഇന്ന് ഫ്രീ ആയിട്ടിരുന്നപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. സാധാരണ ചേട്ടനും അടുത്ത വീട്ടിലെ ചേട്ടനായിട്ട് ഇവിടെ വരാറുള്ളതാണ്, അവർ വന്ന് ചൂണ്ടിടാറുണ്ട്. അപ്പോൾ ഞാനും ആ ചേട്ടൻ്റെ വൈഫും ഇന്ന് ഇവരുടെ കൂടെ ഉണ്ട്. ആ കാണുന്ന ചെറിയ ഷെഡ് പോലെ കാണുന്നത് നമ്മളിവിടെ കെട്ട് നടത്തുന്ന ആൾക്കാർ, അവർ രാത്രി അവിടെ താമസിക്കും. കാര്യം അവരുടെ കെട്ടിൽ നിന്ന് മോഷണം പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ആരെങ്കിലും വന്ന് ഇത് ചൂണ്ടിടാനോ വല വീശി അങ്ങനെയൊക്കെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് രാത്രി അതിൽ ആൾക്കാരുണ്ടാകും. അവരൊരു ചെറിയ ഷെഡ് പോലെ കെട്ടിയിട്ട്, നമ്മുടെ സാധാരണ വീട് പോലെ തന്നെ ലോക്കൊക്കെ വെച്ചിട്ടാണ് അവരെ ഷെഡ് കെട്ടിയിരിക്കുന്നത്. അവർ പകലും രാത്രിയൊക്കെ അതിലുണ്ടാകും. പക്ഷേ ഇപ്പോൾ കെട്ടിൻ്റെ സീസണല്ല, അതുകൊണ്ട് ഇപ്പോൾ അവർ വെറുതെ ലോക്ക് ചെയ്തിട്ടിരിക്കുവാണ്. ഇത് ഇപ്പം നടുക്ക് കാണുന്നത് പുഴയും അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലെ ഓരോ കെട്ടുകൾ, അതുപോലെ അത് ഓരോരോ ആൾക്കാർ അതിങ്ങനെ എടുത്തിട്ട് കെട്ടായിട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ചെമ്മീനായാലും കരിമീൻ, ഫിലോപ്പിയ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളർത്തുന്നതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു 2 മണി സമയമാണ്. എന്നാൽ നല്ല വെയിലുണ്ട്, പക്ഷേ ആ വെയിലിൻ്റെ ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല തണുത്ത കാറ്റാണ് നമുക്ക് ഫീൽ ചെയ്യണത്. നല്ല രസമായിരുന്നു. ഞങ്ങൾ എന്തായാലും അവിടെ പോയിട്ട് രാത്രി നല്ല ഒരു 7 മണി വരെയൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ ചൂണ്ടിടാനായിട്ട് ഇഷ്ടംപോലെ കുട്ടികൾ വരാറുണ്ട്. അത് കണ്ടോ, അപ്പുറത്തൊരു ചേട്ടൻ വല വീശുന്നുണ്ട്. ആ ചേട്ടൻ ഫാമിലി ആയിട്ടാണ്, മോനും മോളും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരൊക്കെ ആയിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അവർ വല വീശിയിട്ട് അവർ കുറേ പ്രാവശ്യം വീശുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ പ്രാവശ്യം വീശുന്നതോറും അവർക്ക് ചെറിയ ചെറിയ മീനുകൾ കിട്ടുന്നുണ്ട്. ചൂണ്ട ഇട്ടോണ്ടിരിക്കണേണ്, കല്ലതും കിട്ടിയാൽ പറയാൻ കിട്ടിയെന്ന്. എന്നാലും ചുറ്റും നല്ല വെള്ളവും നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ. അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ നിന്ന് ചൂണ്ട വാങ്ങിച്ച് ഞാനും ചേച്ചിയും കൂടെ ഇരിക്കുന്നുണ്ട്. ചൂണ്ടയിടാൻ വല്ലതും കിട്ടുമോ നമുക്ക് നോക്കാമല്ലോ. ഇവരെല്ലാ ദിവസവും ചൂണ്ടയും കൊണ്ട് പോയിട്ട് വെറുതെ വരാറാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അതാണ് ഐശ്വര്യം. നീ ഇപ്പൊ അതിലൊന്നും ഇട്ടിട്ടില്ല അവര്. ഓ, ചെമ്മീൻ ഉണ്ടാവും ചേച്ചി ഇടക്കോലെടുത്ത്. ആ കവറിൽ വെക്കുക ചേച്ചി. ദാണ്ട് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മീനുണ്ട്. എന്താന്ന് മോനെ അത്? അപ്പൊ വളരെ സന്തോഷം. അങ്ങനെ വീണ്ടും നമ്മുടെ ചൂണ്ടയിൽ ഒരു മീനെ കൂടെ കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക്. ആ ചേട്ടനും ചേച്ചി എല്ലാവരുമായിട്ട് ഞങ്ങൾ നല്ല കമ്പനിയായി. ഞങ്ങൾക്ക് ചൂണ്ടയിടാൻ ചെമ്മീനൊക്കെ ആ ചേട്ടൻ തന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ ചേട്ടന്മാർ 2 പേരും വെള്ളത്തിൽ ഇറങ്ങി കുളി തുടങ്ങി. ഞങ്ങളും ഇറങ്ങിയിരുന്നു. അവരങ്ങനെ കുറേ നേരം വെള്ളത്തിൽ കിടന്ന് നീന്തലും തലകുത്തി മറിച്ചിലൊക്കെ ആയിരുന്നു. വലയിട്ട് പിടിച്ച മീൻ നമ്മൾ വില പറഞ്ഞെടുത്തു. ഇതല്ല, ഇതിലും കൂടുതൽ മീനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 കൂട്ടരും കൂടെ പകുതി എടുത്തത് മാത്രമല്ല കേട്ടോ. ഇത് കണ്ടോ, കരിമീൻ പൊരിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ചെറിയ വെള്ളത്തിലുണ്ട് കണ്ടോ. ഇനിയുണ്ടോ അതിൽ? ഈ വലിയ ചെമ്മീൻ തന്നെ കുറച്ചുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇതാക്കണ്ട, ഇത്രയും മീൻ കിട്ടി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.